Are you ready? നമസ്കാരം. ഒരു വാഹനത്തിന്റെ പ്രധാന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതിന്റെ എഞ്ചിനാണ്. ശരിയാണ്. വാഹനത്തിന്റെ പ്രധാന ഭാഗം അതിന്റെ എഞ്ചിനാണ്. അതിന്റെ ഹൃദയം എഞ്ചിനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് അതിന്റെ ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷനാണ് എഞ്ചിനിൽ നിന്നുള്ള പവർ അതിന്റെ വീലുകളിൽ എത്തിക്കുന്നത്. മൂന്നാമത്തേത് വാഹനത്തിന്റെ ചേസിസ് ആണ്. ചേസിലാണ് വാഹനത്തിന്റെ ബോഡിയും എഞ്ചിനും മറ്റെല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളെയും പോലെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് വാഹനത്തിന്റെ ടയറുകൾ. ടയറുകൾ എപ്പോഴാണ് മാറേണ്ടത്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ വീഡിയോ. ആദ്യം നമ്മുടെ കാറിന്റെ ടയറിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് പറയാം, അതായത് സവിശേഷതകൾ. ഇത് 195/65 R15 ടയറാണ്. R15 എന്ന് പറയുന്നത് ഇതിന്റെ വീലിന്റെ വലുപ്പമാണ്. ബാക്കി ഇതിന്റെ വീതിയാണ് 195 എന്ന് വരുന്നത്. ഈ 195ന്റെ 65% ആണ് ഇതിന്റെ സൈഡ് വാൾ വരുന്നത്. ഞാൻ R15 എന്ന് പറഞ്ഞല്ലോ. ഈ R എന്ന് കാണുന്നത് ഇതിന്റെ റേഡിയൽ എന്നുള്ളതാണ്. നമ്മൾ ടയർ റേഡിയൽ ടയറാണ്. അതുപോലെ തന്നെ ട്യൂബ്ലെസ്, റേഡിയൽ ട്യൂബ്ലെസ്, ഗുഡിയർ കമ്പനിയുടെ റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ സ്പീഡ് റേറ്റിംഗ് ആണ്. 91T എന്നുള്ളതിൻ്റെ സ്പീഡ് റേറ്റിംഗ് ആണ്. ടയറുകളിൽ T റേറ്റിംഗ് ആണ് ഉള്ളതെങ്കിൽ കാറിൻ്റെ വേഗം 190 km/h കൂടുതലാകാൻ പാടില്ല. സ്പോർട്സ് കാറുകളിലാണെങ്കിൽ YZ റേറ്റിംഗ് ഒക്കെയാണ് ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ ടയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ഇതിൻ്റെ ലോഡ് ഇൻഡെക്സ് വന്ന് 615 kg. ഇതിൻ്റെ ലോഡ് ഇൻഡെക്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രെഡ് വെയർ 240, ട്രാക്ഷന്, ടെമ്പറേച്ചർ, പിന്നെ ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് 22/17, 22ാമത്തെ ആഴ്ച 2017. അതാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്. ടയർ മാറുമ്പോൾ അതിൻ്റെ ഇയർ നോക്കി അത് എത്രത്തോളം പഴക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടയറിൻ്റെ വലുപ്പം, വീതി, വീലിൻ്റെ അളവ്, ഭാരവാഹശേഷി, പരമാവധി വേഗം എന്നിവയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ത്രെഡ് പാറ്റേണിനെ കുറിച്ചാണ്. ടയറിൻ്റെ ത്രെഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തെ ഈ ഗ്രിപ്പ്, ഇത് ഓരോ വെതർ കണ്ടീഷൻ്റെ അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിൻ്ററിൽ ഉപയോഗിക്കുന്ന ടയറുകളുണ്ട്, അതുപോലെ സമ്മറിൽ ഉപയോഗിക്കുന്നതുണ്ട്. അതുപോലെ അസിമെട്രിക് ടയേഴ്സ്, ഡയറക്ഷണൽ ടയേഴ്സ്, മൾട്ടി ഡയറക്ഷണൽ ടയേഴ്സ് എന്നിങ്ങനെയുണ്ട്. ഇപ്പം നമ്മുടെ ടയറിൻ്റെ ഈ ത്രെഡ് കണ്ടില്ലേ. ഇപ്പം ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത് 1 സൈഡിലോട്ടായിരിക്കും. മൾട്ടി ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 സൈഡിലോട്ടും ഈ ത്രെഡിൻ്റെ ഗ്രിപ്പ് കിട്ടും. അതാണ് മൾട്ടി ഡയറക്ഷണൽ ടയേഴ്സ്. ഇനി നമുക്ക് ടയറിൻ്റെ വലുപ്പം നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ R15 ടയർ, അതായത് 15 ഇഞ്ച് വീലാണ് ഈ ടയറിൻ്റേത്. അപ്പം ഓരോ വാഹനത്തിന്റെ അനുസരിച്ച് അതിന്റെ ടയറിന്റെ വലിപ്പം കൂടും. ഇപ്പം നമ്മുടെ ഹാച്ച് ബാഗ് കാറുകളിലൊക്കെ ആണെങ്കിൽ ചെറിയ ടയറുകളാണ്. അപ്പോൾ SUV ടൈപ്പ് കാറുകളിൽ വരുന്നത് വലിയ ടയറുകളാണ്. 17 ഇഞ്ച്, 18 ഇഞ്ച് ഇങ്ങനെ പോകും. ഇതിപ്പം ഈ ടയറിന്റെ ഹൈറ്റ് ആണ് 15 ഇഞ്ച് ടയറാണ്. ഇതിന്റെ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm ആണ്. അപ്പോൾ അതുപോലെ ഇതിന്റെ വാട്ടർ വാർഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ ലെവലിലാണ് വാട്ടർ വാർഡിങ് കപ്പാസിറ്റി വരുന്നത്. 550 mm ആണ്. അപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന താറിൻ്റെ 650 mm വാട്ടർ വാർഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ടയറുകൾ വരുന്നത് 18 ഇഞ്ച് അലോയ് വീലുകളാണ് ഇതിൽ വരുന്നത്. 235/65 ഓൾ ടെറൈൻ ടയറാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ കഴിയും. എല്ലാ ടൈപ്പ് റോഡുകളിലും ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ M+S മഡിലും സ്നോയിലും നമുക്ക് ഓടിക്കുവാൻ കഴിയും. അപ്പോൾ ഓരോ വേരിയന്റിന്റെ അനുസരിച്ചാണ് ഈ ടയറിന്റെ വലിപ്പ വ്യത്യാസം വരുന്നത്. അത് മെയിനായിട്ടും ഇതിന്റെ വീലിനാണ് വ്യത്യാസം വരുന്നത്. ലോവർ വേരിയന്റുകളിലാണെങ്കിൽ കാറിന്റെ 16 ഇഞ്ച് സ്റ്റീൽ വീലുകളൊക്കെയാണ് ലോവർ വേരിയന്റ് വരുന്നത്. ഹയർ വേരിയന്റിലാണ് ഈ
അലോയ് വീല് 18 ഇഞ്ച് വരുന്നത്. അതുപോലെ നമ്മുടെ ഹാച്ച് ബാക്കുകളാണെങ്കിലും പാസഞ്ചർ കാറുകളിൽ സാധാരണ കംഫർട്ടിന് വേണ്ടിയിട്ട് റേഡിയൽ ടയറുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബൈക്കുകളിലും ഹെവി ട്രക്കുകളിലും ഉപയോഗിക്കുന്നത് നൈലോൺ ടയറുകളാണ്. റേഡിയൽ ടയറിനെ അപേക്ഷിച്ച് നൈലോൺ ടയറുകൾക്ക് കൂടുതൽ ഭാരവാഹന ശേഷിയുണ്ട്. എന്നാൽ റേഡിയൽ ടയറുകൾക്ക് നമുക്ക് ഉള്ളിലുള്ള യാത്രക്കാർക്ക് കൂടുതൽ കംഫർട്ട് തരുവാൻ കഴിയും. ഇനി ടയറിന് കൂടുതൽ ദൃഢത ലഭിക്കുന്നതിനായി റേഡിയൽ ടയറുകൾക്കുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ ബെൽറ്റുകളാണ്. എന്നാൽ നമ്മുടെ ബൈക്കുകളിലും അതുപോലെ ട്രക്കുകളിലും കൂടുതൽ ഭാരവാഹശേഷിയുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നൈലോൺ ടയറുകളിൽ നൈലോൺ പ്ലൈകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് കാറിന്റെ ടയർ എങ്ങനെ സംരക്ഷിക്കാം, അവ എപ്പോഴാണ് മാറേണ്ടത് എന്ന് നോക്കാം. ടയറിന്റെ എയർ പ്രഷർ കമ്പനി പറയുന്നതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ 5000 കിലോമീറ്ററിൽ ടയർ റൊട്ടേഷൻ ചെയ്യുക. ടയർ റൊട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടയറിന്റെ തേയ്മാനം 4 ടയറിന്റെ തേയ്മാനം ഒരുപോലെ ആയിരിക്കും. അതുകൂടാതെ 10000 കിലോമീറ്ററിൽ ടയർ വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും ചെയ്യുക. അത് നമ്മൾ സർവീസിന് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് അലൈൻമെന്റും ബാലൻസിങ്ങും ചെയ്യുന്നതായിരിക്കും. ഇനിയും നമ്മുടെ കാർ അധികം ഓട്ടോ ഇല്ലാത്തതാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറക്കി കുറച്ച് ദൂരം ഓടിച്ച് തിരിച്ചു കൊണ്ടിടുക. അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ ടയർ തറയിൽ ടച്ച് ചെയ്യുന്ന ഭാഗം ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ടയറിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നോക്കി നമ്മുടെ കാറിന്റെ ടയർ 6 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 6 വർഷം വാറണ്ടിയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ടയർ മാറുന്നതാണ് നല്ലത്. ഇനിയും 6 വർഷത്തിന് മുൻപ് തന്നെ ടയറിന് തേയ്മാനം സംഭവിച്ചെങ്കിൽ അത് മാറുക തന്നെ വേണം. ടയറിന്റെ തേയ്മാനം മനസ്സിലാക്കുവാൻ ടയറിന്റെ മുകളിൽ ടയറിന്റെ ഗ്രിപ്പിനുള്ളിലായി മാർക്കിംഗ് ഉണ്ട്. അത് നോക്കി നമുക്ക് തേയ്മാനം മനസ്സിലാക്കുവാൻ കഴിയും. ഇനിയും ടയർ ഓടി നല്ല തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വല്ല റോഡിൽ വല്ല നനവോ അല്ലെങ്കിൽ ചെളിയോ ഉണ്ടെങ്കിൽ ബ്രേക്ക് ലഭിക്കുകയില്ല, ടയർ സ്ലിപ്പായി പോകാൻ കാരണമാകും. ഇനി നമുക്ക് കാറിൻ്റെ ടയർ എളുപ്പത്തിൽ എങ്ങനെ മാറിയിടാമെന്ന് നോക്കാം. അതിന് നമ്മുടെ വാഹനത്തിൽ സ്പെയർ വീൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിക്കിക്കുള്ളിൽ ടൂൾസ്, വീല് മാറിയിടാനുള്ള ടൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. സ്പെയർ വീലിൻ്റെ സ്ഥാനം ഓരോ വാഹനങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ്, അതുപോലെ ചില വാഹനങ്ങളുടെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനിയും ഹാച്ച് ബാക്കുകളുടെയൊക്കെ ഉള്ളിലായിട്ട് ഡിക്കിക്കുള്ളിലായിട്ടാണ് വരുന്നത്. കൂടാതെ ടൂൾസും കാര്യങ്ങളും ഡിക്കിയുടെ അടിഭാഗത്തായിട്ടാണ് ഉള്ളത്. ട്രയാങ്കിള്, ജാക്ക്, അതുപോലെ ലിവർ, വീൽ നട്ട് അഴിക്കാനുള്ള ബ്രിഞ്ച് എന്നിവ ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു ടയർ റിപ്പയർ കിറ്റ് കയ്യിൽ കരുതുന്നത് ദൂരയാത്രകളിൽ നല്ലതാണ്. വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യൂസർ മാനുവലിലുണ്ട്. വീൽ നട്ട് എങ്ങനെയാണ് അഴിക്കേണ്ടതെന്നും ജാക്കിംഗ് പോയിന്റ് എവിടെയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാർ ഓഫ് ചെയ്തതിന് ശേഷം റിവേഴ്സ് ഗിയറിൽ ഇടുകയോ ഹാൻഡ് ബ്രേക്ക് ഇടുകയോ വേണം. ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണിത്. അതിനുശേഷം നമ്മൾ ടയറിൻ്റെ വീൽ നട്ടുകൾ എല്ലാം ലൂസ് ചെയ്യുക. ലൂസ് ചെയ്ത ശേഷം മാത്രമേ ജാക്ക് ഉപയോഗിച്ച് ഉയർത്തുവാൻ പാടുള്ളൂ. ഇനി എവിടെയാണ് ജാക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ അടിഭാഗത്ത് ജാക്കിംഗ് പോയിൻറ്റുകളുണ്ട്. മുൻവശത്തും പുറവശത്തും ഇതുപോലെ കാണാം. ഈ ജാക്കിംഗ് പോയിൻറ്റുകളിലാണ് നമ്മൾ ജാക്ക് ഫിക്സ് ചെയ്ത് ഉയർത്തേണ്ടത്. ഇങ്ങനെ വളരെ ഈസിയായി നമുക്ക് പഞ്ചറായ ടയർ മാറുവാൻ കഴിയും. ഇനി എയർ ഫില്ല് ചെയ്യുമ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്ന അളവിൽ വേണം ഫില്ല് ചെയ്യുവാൻ. ഇത് നമ്മുടെ കാറിൻ്റെ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോഡിൽ എത്രയാണെന്നും ഫുൾ ലോഡിൽ എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു ടയർ ഇൻഫ്ലേറ്റർ കൂടി കയ്യിൽ കരുതണം. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എയർ ഫില്ല് ചെയ്യുവാൻ കഴിയും. നമ്മുടെ വാഹനത്തിനുള്ളിലുള്ള 12 വോൾട്ട് ചാർജറിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ തന്നെ എയർ പ്രഷർ മനസ്സിലാക്കുന്നതിനുള്ള റീഡിംഗ് ഉണ്ട്. നമ്മുടെ ടയറിന് ആവശ്യമായ എയർ പ്രഷർ ഇതിൽ നമുക്ക് നോക്കി മനസ്സിലാക്കുവാൻ കഴിയും.
ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീഡിയർ. ഈ ടയർ ഇൻഫ്ലേറ്ററിൻ്റെ ഈ ട്യൂബുള്ള ഭാഗം ടയറിൽ കണക്ട് ചെയ്താണ് എയർ ഫില്ല് ചെയ്യുന്നത്. ഇതിന് ഓൺലൈന് നമുക്ക് 1500 രൂപയ്ക്കുള്ളിൽ നമുക്കിത് വാങ്ങുവാൻ ലഭിക്കും. ഇത് കൂടാതെ ഇതിൻ്റെ നൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നതിന് നമുക്ക് ഇതിനുള്ളിൽ ടോർച്ചുണ്ട്, അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് അത്യാവശ്യമായ ഒരു സംഗതിയാണ് നമ്മുടെ വാഹനത്തിനുള്ളിൽ കരുതിയിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.